കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ലേ നഗരത്തിൽ പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും ആവശ്യപ്പെട്ട് ദേശവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ബിജെപി ഓഫീസ് തല്ലി തകർക്കുകയും പോലീസ് വാഹനങ്ങൾ കത്തിക്കുകയും വ്യാപക ആക്രമണമാണ് ഇവർ അഴിച്ചുവിട്ടത്. സംസ്ഥാന പദവിയും ഭരണഘടനാ സംരക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് പ്രതിഷേധകരാണ് ഇന്ന് ലേയിൽ തെരുവിലിറങ്ങിയത്. സംസ്ഥാന രൂപീകരണ പ്രസ്ഥാനത്തിനിടെ നടന്ന ആദ്യത്തെ ആക്രമണ സംഭവമാണിതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലേയിലെ ബിജെപി ഓഫീസ് ആക്രമിച്ച പ്രതിഷേധകർ ഓഫീസിൽ പോലീസ് സേനയ്ക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു. ഒരു പോലീസ് വാഹനം ഇതിൽ കത്തി നശിക്കുകയും ഇതിനു പകരമായി തന്നെ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതക പ്രയോഗവും അതുപോലെ ലാത്തിചാർജും നടത്തുകയും ചെയ്തു. സമീപകാലത്ത് ലഡാക്കിൽ ഇത്തരമൊരു സംഘർഷം ഉണ്ടാകുന്നത് ഇതാദ്യമായാണ്. സർക്കാരുമായി നടക്കാനിരിക്കുന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിലായിരുന്നു ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതെന്നും വ്യക്തമാക്കുന്നു. ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച പുനരാരംഭിക്കുന്നതിന് ഒക്ടോബർ 6-ന് ലഡാക്ക് പ്രതിനിധികളുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ കേന്ദ്രം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനിടയിലാണിപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ലഡാക്കിനെ സംസ്ഥാന പദവിയിലേക്കും ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് തന്നെ കാലാവസ്ഥാ പ്രവർത്തകനായ സോനം വാങ്കുഞ്ച് കഴിഞ്ഞ 2 ആഴ്ചയായി തന്നെ നിരാഹാര സമരം നടത്തിവരികയാണ്. കഴിഞ്ഞ 3 വർഷമായി തന്നെ ലഡാക്ക് നിവാസികൾ നേരിടുന്നുള്ള കേന്ദ്ര ഭരണത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന ആ അസ്വസ്ഥതകൾ കണ്ടെത്താൻ കൂടെയാണിത്. അവരുടെ ഭൂമി, സംസ്കാരം, വിഭവങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന പദവിയും ഭരണഘടനാപരമായ സംരക്ഷണവും നൽകണമെന്ന് അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും മുൻ ജമ്മു കാശ്മീർ സംസ്ഥാനം വിഭജിക്കുകയും ചെയ്യുന്നതിനെ തുടർന്നുകൊണ്ട് 2019 ഓഗസ്റ്റിൽ ലഡാക്ക് ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി തന്നെ രൂപീകരിക്കപ്പെട്ടു. അക്കാലത്ത് മിസ്റ്റർ വാങ്കുഞ്ച് ആകട്ടെ അദ്ദേഹം ഉൾപ്പെടെ തന്നെ ലേയിലെ പലരും ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു രാഷ്ട്രീയ ശൂന്യതയെക്കുറിച്ച് നിവാസികൾ വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് ആശങ്കകൾ ഉയരാൻ തുടങ്ങുകയും ഈ അസംതൃപ്തി വലിയ ഒരു തോതിൽ തന്നെ പ്രതിഷേധങ്ങൾക്കും നിരാഹാര സമരങ്ങളിലേക്കും വഴിതിരിച്ച് പോവുകയാണ് ചെയ്തത്. ബുദ്ധമത ഭൂരിപക്ഷ പ്രദേശമായ ലേയിൽ ഇന്നും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാർഗിലിൽ നിന്നുമുള്ള രാഷ്ട്രീയ മത ഗ്രൂപ്പുകൾ ആദ്യമായി ഒരു സംയുക്ത വേദിയിൽ കൈകോർക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനു പുറമെ തന്നെ മറുപടിയായി തന്നെ ലഡാക്കിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കാൻ കേന്ദ്രം ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ചെങ്കിൽ പോലും ചർച്ചകൾ മാത്രം നടന്നില്ല. അതിലൊരു പുരോഗതിയും ഉണ്ടായില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെല്ലാം പിന്നാലെ കേന്ദ്രമന്ത്രി അമിത് ഷായുമായും കൂടിക്കാഴ്ച നടത്തിയും ചർച്ചകൾ ചെയ്യുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ലഡാക്കിനെ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി വിഭജിക്കുന്നതിലൂടെ താൻ ഒരു വലിയ തെറ്റ് ചെയ്തു എന്നതാണ് യോഗത്തിനിടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതായി ഒരു വ്യക്തി സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അവിടെ സംസ്ഥാന പദവിക്കും 6-ാം ഷെഡ്യൂളിനും വേണ്ടിയുള്ള തങ്ങളുടെ ആവശ്യവും അദ്ദേഹം നിരസിക്കുകയാണ് ഉണ്ടായതെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.